Hello guys, welcome back to my channel. ഇതെന്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പിന് വേണ്ടിയിട്ടുള്ള വ്ളോഗാണ്. എല്ലാരും റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. എല്ലാവരുടെയും മുഖങ്ങൾ വേറെ പോലെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ശരിക്കും പറയാനില്ല. അതന്നെ. എല്ലാവർക്കും എന്തെങ്കിലും പറയാനുണ്ടോ? നമുക്ക് പറയാനുണ്ടോ? ഞാൻ സജിത്തേട്ടനൊന്നും കരയിപ്പിച്ചിട്ടുള്ള കാര്യം സ്ഥലത്തിനൊന്നും പറയാല്ല. ഒന്നും പറയാല്ല. അവന് ഒന്നും പറയാറില്ല. അല്ലെങ്കിൽ പറയാറുണ്ടോന്ന് നോക്കി പോയിട്ട് വരൂ. ആരെ നോക്കിട്ട് പോണം? ഫ്ലൈറ്റ് മനു അല്ലെങ്കിലൊന്നും പറയാനല്ല. സൂരജിന് എന്തേലും പറയാണ്ടോ? പോന്നിട്ട് മനുവിനെന്തേലും പറയാണ്ടോ? മനുവിനെന്തേലും പറയാനുണ്ടോ? അപ്പഴേക്കും നമ്മുടെ അടുത്ത് ഞാൻ ചോദിക്കണില്ല. ഓൾറെഡി ഒരു ബസ് പറയണ്ട. സുരാജ് അവൻ ബായി പറഞ്ഞയച്ചു എന്നെ. അപ്പൊ അതന്നെ നമുക്ക് എല്ലാം കാണാം. അതെ, അങ്ങനെ ഒരു 3 hours ലോങ് ജേർണിന് ശേഷം നമ്മള് എയർപോർട്ടിൽ ലോസ്റ്റ്. നമ്മൾ എയർപോർട്ടിലെത്തിയിരിക്കുകയാണ്. ഇത് പറയാനാണ് ഞാൻ എത്ര സമയം പഠിച്ചത്. എയർപോർട്ടിലെത്തിയിരിക്കുക. ഓക്കെ, കുറച്ച് നേരത്തെ എത്തിപ്പോയി. 2 മണിക്കൂറുണ്ട് ഇനി ചെക്കിങ്ങിന്. ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ചെക്കിങ്ങിന് വേണ്ടിട്ട് 2 മണിക്കൂർ ഇവിടെ തന്നെ ഇരിക്കാൻ പോവാണ്. കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടില് ഹോസ്റ്റസ് ആയിട്ട് ജോയിൻ ചെയ്തിട്ട് വിത്ത് സോക്സ്. എല്ലാരും തെറ്റിദ്ധരിക്കുന്നുണ്ട് ഈ സോക്സ് കണ്ടിട്ട്. ആരും തെറ്റിദ്ധരിച്ചൊന്നുമില്ല. സോക്സ് കണ്ടിട്ട് എയർ ഹോസ്റ്റസ് ആണോ നടന്നു പോകണതാണോ? പാര പോണ് മീ എവിടെ പോണ്? കണ്ണട ലോഡിങ്ങിന് വണ്ടിയെ വലിച്ചെന്തോന്ന് വരുന്നൊക്കെ. അങ്ങനെ കുറച്ചു നേരം മിണ്ടിയും പറഞ്ഞൊക്കെ ഇരുന്നപ്പോഴേക്കും സമയം പോയതറിഞ്ഞില്ല. ചെക്കിൻ്റെ ടൈം ആയിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് എ സാഡ് മൊമെൻറ്റ്. ലൈക്ക് ടാറ്റ ബൈ ബൈ പറയണത് ഒരു വല്ലാത്തൊരു മൊമെൻ്റ് ആയിരുന്നു. ഞാനിപ്പുറത്തെ സൈഡും ഞാൻ ഓപ്പോസിറ്റ് സൈഡ് ഓഫ് ദ വിൻഡോ അവരുമായിരുന്നു. ഇതൊക്കെ ബാഗേജൊക്കെ ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ ഉള്ളിലോട്ട് പോകുന്ന സമയമായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ക്വൈറ്റ് സാഡ് മൊമെൻറ്റ്. ഐ വിൽ മിസ് ദം എ ലോട്ട്. പിന്നെ എന്താ ചെയ്യുക, പോയല്ലേ പറ്റൂ. ദെൻ സെക്യൂരിറ്റി ചെക്കിനും ബാഗേജ് ക്ലിയറൻസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഗേറ്റ് നമ്പർ 1 ഞാനെൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇറ്റ് വാസ് ദ ഫ്ലൈറ്റ് ടു ഷാർജയിൽ നിന്നാണ് പിന്നെ നമ്മൾ ബഹ്റിനിലോട്ട് പോണത്. ഏർലി മോർണിംഗ് 7 o'clock നമ്മൾ ഷാർജ ടച്ച് ചെയ്തു. ആൻഡ് അവിടെ തന്നെ വേഗം നമ്മൾ ബഹ്റിൻ ഫ്ലൈറ്റിലേക്ക് പോകാൻ വേണ്ടിയിട്ട് എടുക്കുകയായിരുന്നു. ദിസ് വാസ് ദ ഫ്ലൈറ്റ് ഇൻ വിച്ച് ഐ കെയിം ഫ്രം കൊച്ചിൻ. ആൻഡ് അടുത്ത ഫ്ലൈറ്റ് കയറാനുള്ള ടൈമിലായിരുന്നു. ദെൻ നമ്മൾ ഷാർജന് ടാറ്റ ബൈ ബൈ പറഞ്ഞിട്ട് നെക്സ്റ്റ് ഫ്ലൈറ്റിൽ ബഹ്റിനിലോട്ടിലായിരുന്നത്. ദിസ് വാസ് ഷാർജാസ് വ്യൂ. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ദിസ് ഈസ് ദ കിങ്ഡം ഓഫ് ബഹ്റിൻ. മൈ ഏരിയൽ വ്യൂ വാസ് ബ്രെത്ത് ടേക്കിംഗ്. ലൈക്ക് എന്തോ ലൈക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിലൊക്കെ നമുക്ക് പിക്ചർ വെക്കണ പോലത്തെ ഒരു വ്യൂ ആയിരുന്നു. ഐ ഡോണ്ട് നോ വെദർ യു കൻ സീ ഇറ്റ് ഇൻ ദിസ്, ബട്ട് എനിക്ക് കാണാൻ പറ്റുന്ന വ്യൂ നല്ലൊരു വ്യൂ ആയിരുന്നു. ബിക്കോസ് ഇറ്റ് വാസ് സറൗണ്ടഡ് ബൈ സീ. 4 ചുറ്റും 4 പുറത്തും വെള്ളം മാത്രം കിടക്കണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഫൈനലി ഞാൻ ടച്ച് ഡൗൺ ചെയ്തു. ആൻഡ് ഐ വാസ് വാക്കിംഗ് ടുവേർഡ്സ് മൈ ഇമിഗ്രേഷൻ ആൻഡ് ഓൾ ദാറ്റ് തിങ്. ഒരു എയർപോർട്ട് കൊച്ചി കഴിഞ്ഞിട്ട് ഷാർജയിൽ ലാൻഡായെങ്കിലും ഐ ഡിഡ്ന്റ് ലൈക്ക് ദി ഷാർജ എയർപോർട്ട്. Bahrain is super cool. Mind. Okay, let's meet. Yeah, I think it's mine. ബാഗേജ് എടുക്കുന്നത് വലിയ പണിയാണ് തോന്നുന്നു. Bahrain is quite nice.
I've collected my luggage. ഞാൻ അതിന് വേണ്ടി വെയിറ്റിംഗ് അല്ല പുറത്ത് നിൽക്കുന്നുണ്ട്. അത് കാണാം. അങ്ങനെ ഓൾമോസ്റ്റ് 50 കിലോ എങ്ങനെയൊക്കെയോ ഈ കൺവെയർ ബെൽറ്റിൽ വെച്ചിട്ട് ഞാൻ നടന്ന് വന്നു. ആൻഡ് ഹിയർ ഹി വാസ് വെയിറ്റിംഗ് ഫോർ മീ. അങ്കിൾ ആൻറ്റി എല്ലാവരും ഉണ്ടായിരുന്നു. അങ്ങനെ അത് അങ്കിൾ ആൻറ്റി എല്ലാവരെയും മീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. 2 സൈഡിലും വ്യൂ അടിപൊളിയായിരുന്നു. ഇങ്ങനത്തെ വ്യൂസ് ഇനിയും കുറച്ച് ദിവസം കൂടി നിങ്ങൾക്ക് കാണാൻ കഴിയും. ബട്ട് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ ഹിറ്റ് ദ ബെൽ ഐക്കൺ. ബൈ.